രേണു സുധിയെ പർദ്ദയിടിക്കണം. അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ അഭിനയിച്ച റീലിനെ ചൊല്ലി രണ്ട് ചേരിതിരിഞ്ഞ് ചെളിവാരിയ റീലുകൾ തകൃതിയായി നടത്തുകയാണ് പ്രബുദ്ധനെന്നും നമ്പർ 1 കേരളീയനെന്നും പുകൾപ്പെട്ട മലയാളി കൂട്ടങ്ങൾ. കോഴിക്കോട് ദാസേട്ടനുമൊത്ത് രേണു ചെയ്ത ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്തെന്ന റീൽ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായതോടെയാണ് മലയാളിയുടെ സദാചാരക്കുരു പൊട്ടിയൊലിച്ചിറങ്ങിയത്. ഭർത്താവ് മരിച്ച സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന തൊങ്ങലിനൊപ്പം ഒഴുകിയിറങ്ങുന്ന കമന്റുകൾക്ക് സെപ്റ്റിക് ടാങ്കിനേക്കാൾ ദുർഗന്ധം സോഷ്യൽ മീഡിയയിൽ പരത്താൻ കഴിയുന്നു. ഊരും പേരുമില്ലാതെ പച്ച അപരാധം എഴുതിയിരുന്നവരുടെ സ്ഥാനത്ത് മുഖവും അഡ്രസ്സും വെളിപ്പെടുത്തി വിമർശനം എന്ന പേരിൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ നല്ല മൂർച്ചയുള്ള മഴുകൊണ്ട് ആഞ്ഞുവെട്ടുകയാണ് ചിലർ. രേണുവിനെ സുധിയുടേത് മാത്രമാക്കി ഇമാതിരി കൊപ്രായങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിച്ചു തരില്ല എന്ന മട്ടിലാണ് ചില കമന്റുകൾ. അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെ മലയാളി ഇങ്ങനെയാണ്. പൊക്കത്തോളത്തിരുതാനും കാലിൽ പിടിച്ച് നിലത്തടിക്കാനും അവന് വലിയ കാരണങ്ങളുടെ പിൻബലം ആവശ്യമില്ല. രേണുവായി ജീവിക്കാൻ ശ്രമിക്കുന്നിടത്ത് മലയാളി രോദനം വനരോദനമാകാനേ വഴിയുള്ളൂ. അല്ലെങ്കിലും വഴിയിൽ നോക്കി കുരയ്ക്കുന്ന നായ്ക്കളോടും സോഷ്യൽ മീഡിയയിലെ കമന്റിനോടും പ്രതികരിക്കാൻ നിന്നാൽ അതിനെ സമയം കാണൂ. രേണു സുധി, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ചു തീർക്കുക.